Hi, hello, and welcome back to Leap by IAS Factor. First question of this episode. Which of the following is one of the intended outcomes of Namaste scheme launched by the Ministry of Social Justice and Empowerment in convergence with Ministry of Housing and Urban Affairs? So, നമസ്തേ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ് ചോദ്യം. നമുക്കാകെയുള്ള ക്ലൂ എന്ന് പറയുന്നത് നമസ്തയുടെ ഫുൾ ഫോം അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം നമസ്തേ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണമെങ്കിൽ അത് രണ്ട് മിനിസ്ട്രീസിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഇൻ കൺവർജൻസ് വിത്ത് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സുമായിട്ട് ചേർന്നിട്ട്. ഓക്കെ, ഓപ്ഷൻസ് നോക്കൂ. ടു ഓപ്പൺ ഓൾഡ് ഏജ് ഹോംസ് ഇൻ ഡിസ്ട്രിക്ട്സ് വെയർ ഓൾഡ് ഏജ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് at least 25% of the population. So old age 25% old age homes. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ക്ലൂ. ആവാം, സോഷ്യൽ ജസ്റ്റിസ് ആണല്ലോ, അപ്പോൾ ഓൾഡ് ഏജ് പീപ്പിൾ കയറി വരാം. നെക്സ്റ്റ് നോക്കൂ. ടു അച്ചീവ് സീറോ ഫെയ്റ്റാലിറ്റീസ് ഇൻ സാനിറ്റേഷൻ വർക്ക് ആവാം. സി നോക്കൂ. ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, അതും ആയിക്കൂടെ? ആവാമല്ലോ. ഇതിപ്പോൾ കൺഫ്യൂഷനാ. ഫിഫ്ത്ത് വൺ നോക്കാം. ടു പ്രൊവൈഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ ആശ വർക്കേഴ്സ് ഇൻ പാലിയേറ്റീവ് കെയർ, അതും ആയിക്കൂടെ? അപ്പം സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അതിൽ കൂടെ വലിയ ക്ലൂ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് നോക്കൂ. ഇൻ കൺവേർജൻസ് വിത്ത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പം ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് കൂടെ കടന്ന് ഇതിലേക്ക് വരുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് ഈ 4 ഓപ്ഷനുകളിൽ ചിലതൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്തുകൂടെ? ഫോർ എക്സാമ്പിൾ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? കാരണം അവിടെ ആശാ വർക്കേഴ്സിന്റെ കപ്പാസിറ്റി ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പാലിയേറ്റീവ് കെയർ. അവിടെ എന്താണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ റോൾ? തീർച്ചയായിട്ടും ഇല്ല. ഇനി സി എലിമിനേറ്റ് ചെയ്തൂടെ? ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉറപ്പായിട്ടും മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്തായാലും ഇടപെടും. പക്ഷെ അവിടെ എന്താണ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും. ബിയിലേക്ക് എത്തുന്നു. ടു അച്ചീവ് സീറോ ഫെയ്റ്റാലിറ്റീസ് ഇൻ സാനിറ്റേഷൻ വർക്ക്, അതായത് സാനിറ്റേഷൻ വർക്കിൽ ഉൾപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ ജീവന് യാതൊരുവിധ പ്രശ്നങ്ങളും പറ്റരുതാണ് സീറോ ഫെയ്റ്റാലിറ്റീസ് എന്ന് പറയുന്നത്. അവർക്ക് ജീവന് കുഴപ്പങ്ങളൊന്നും പറ്റാത്ത രീതിയിലേക്ക് അങ്ങനെ സീറോ ഫെയ്റ്റാലിറ്റീസ് അച്ചീവ് ചെയ്യുക. സാനിറ്റേഷൻ വർക്കാണ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസും ഉണ്ടാവണം, എന്തുണ്ടാവണം? അർബൻ അഫയേഴ്സും ഉണ്ടാവണം. കാരണം സിറ്റീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വലിയൊരു വിഷയം എന്ന് പറയുന്നത് സാനിറ്റേഷൻ ആണല്ലോ. അതായത് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ നടത്താനുള്ള സാഹചര്യം ഇല്ലാത്തവർ എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ സാനിറ്റേഷന് അവിടെ എന്താണ് റോളുണ്ട്, ഇല്ലേ? ബി അവിടെ ഇരിക്കട്ടെ. ഇനി എ നോക്കൂ. ടു ഓപ്പൺ ഓൾഡ് ഏജ് ഹോംസ് ഇൻ ഡിസ്ട്രിക്ട്സ് വെയർ ഓൾഡ് ഏജ് പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് 25% ഓഫ് ദി പോപ്പുലേഷൻ. അവിടെയും എന്താണ് മിനിസ്ട്രി ഓഫ് ഹൗസിങ്ങിന് കാര്യം അല്ലെങ്കിൽ അർബൻ അഫയേഴ്സിന് കാര്യം? അത് സോഷ്യൽ ജസ്റ്റിസുകാർ മാത്രം ചെയ്താൽ പോരെ? ഈ ലോജിക്കിൽ അവർ റൈറ്റ് ആൻസർ ഈസ് ബി. മനസ്സിലായോ? സോഷ്യൽ ജസ്റ്റിസ് മാത്രം എടുത്തു നോക്കിയാൽ 4 അവർക്ക് റോളുണ്ട്. പക്ഷെ അർബൻ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ് എന്ന് പറയുന്ന മിനിസ്ട്രിയും കൂടെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ലോജിക്കലി എയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ബി എന്നൊരു ആൻസർ കിട്ടുന്നു. കണ്ടോ, ഇവിടെ നമസ്തേ എന്ന് പറയുന്ന സ്കീം എന്താണ് എന്ന് പോലും അതിന്റെ ഫുൾ ഫോം പോലും അറിയാതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. ക്ലിയർ ആയോ? ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഫാക്ട് ബോക്സിലേക്ക്. നമസ്തേ സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. കണ്ടോ, ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമാണ്, ഇതിനകത്തെ ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മളുടെ കീവേഡുമായിട്ട് മാച്ചായി വരും. അത് മിക്കവാറും സംഭവിക്കുന്നതാണ്. എസ് ഫോർ സാനിറ്റേഷൻ. ഇവിടെ നോക്കൂ, ഇവിടെ ഓൾഡ് ഏജ് ഹോംസാ. ഓ കയറി വന്നിട്ടില്ല. നമ്മുടെ അബ്രിവിയേഷൻ നമസ്തേ എന്ന് പറയുന്ന അബ്രിവിയേഷനിൽ അതില്ല. ട്രാൻസ്ജെൻഡർ വേണമെങ്കിൽ ചിന്തിക്കാം, കാരണം ടി ഉണ്ട്, അതുകൊണ്ട് ട്രാൻസ്ജെൻഡർ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ഇവിടെ ആശാ വർക്കർ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നതിൽ പി കയറി വന്നിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആശയുടെ എന്നുള്ളത് ഉദ്ദേശിക്കാം നമുക്ക്. ആശ തന്നെ ഒരു എന്താണ് അക്രോണിമാണ്, അപ്പം അതത്രയും നോക്കണ്ട. പാലിയേറ്റീവ് കെയർ എന്നുള്ളതാണ് അവിടുത്തെ ഒരു കീവേഡായിട്ട് നമുക്ക് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 50-50യിലേക്ക് എത്താം. സാനിറ്റേഷൻ വർക്കോ ട്രാൻസ്ജെൻഡറോ എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്താം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും ഒരെണ്ണം ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കും. അപ്പം നമസ്തേ എന്ന് പറയുന്ന സ്കീമിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ടു അച്ചീവ് സീറോ ഫെയ്റ്റാലിറ്റീസ് ഇൻ സാനിറ്റേഷൻ വർക്ക്, എലിമിനേഷൻ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ് വിത്ത് ഹ്യൂമൻ ഫീക്കൽ മാറ്റർ. അത് വലിയൊരു വിഷയമല്ലേ?
ഇപ്പോഴും ഈ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ആ ഒരു സാനിറ്റേഷൻ വർക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കര വിഷയമാണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ഫീക്കൽ മാറ്ററുമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക. All cleaning operations to be done through safety devices. All sanitation work to be performed by skilled workers. മനസ്സിലായില്ലേ? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടതാ, തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് ക്ലിയർ ചെയ്യാൻ ഇറങ്ങുന്നത് സ്കിൽഡ് ആയിട്ടൊരു ലേബറർ അല്ല, ജോയി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം അതിനകത്ത് വീണ് മരിച്ചു പോവുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം അതിന് സ്കിൽഡ് വർക്കർ അല്ല, അതായത് ട്രെയിൻഡ് അല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിൽ ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അവിടെ അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാതെ. അപ്പോൾ സാനിറ്റേഷൻ വർക്ക് ടു ബി പെർഫോംഡ് ബൈ സ്കിൽഡ് വർക്കർ എന്ന് പറയുന്നത് നമസ്തയുടെ വലിയൊരു പോയിന്റ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് സ്ട്രെങ്തനിങ് ആൻഡ് കപ്പാസിറ്റേറ്റിംഗ് എമർജൻസി റെസ്പോൺസ് സാനിറ്റേഷൻ യൂണിറ്റ്സ് ടു എൻഷ്യൂർ സേഫ് ഡെലിവറി ഓഫ് മെക്കനൈസ്ഡ് സാനിറ്റേഷൻ സർവീസസ്. സോ മെക്കനൈസേഷൻ നടത്തുക സാനിറ്റേഷൻ സർവീസിൽ, അത് വലിയൊരു കാര്യമാണ്. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം അടുത്തൊരു കേരള എക്സാമ്പിൾ എടുക്കാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ഇപ്പം തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് റോബോട്ടിനെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാൻഹോൾസിൽ കൂടെ റോബോട്ടിനെ ഇറക്കി വിട്ടിട്ട് ആ ലൈൻ ഫുള്ള് ക്ലിയർ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രോഡക്റ്റാണ്, റോബോട്ടിൻ്റെ പേരാണ് ബാൻഡി കൂട്ടെന്നും പറഞ്ഞിട്ട്. മനസ്സിലായി? അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഈ മാൻഹോളിൽ കൂടെ അതിനെ ഇറക്കി വിടും, എന്നിട്ട് അവർ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ ലൈൻ ഫുള്ള് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ മെക്കനൈസേഷൻ കൊണ്ടുവരേണ്ടത് വലിയൊരു ആവശ്യകതയാണ്. ആൻഡ് എംപവർമെന്റ് ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ് ത്രൂ ഫോർമേഷൻ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. അപ്പം സാനിറ്റേഷൻ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, മെക്കനൈസ് ചെയ്യുക, സാനിറ്റേഷൻ വർക്കേഴ്സിൻ്റെ ഹെൽത്ത് നോക്കുക, അവരുടെ ലൈഫ് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമസ്തേ എന്ന് പറയുന്ന സ്കീമിൽ കൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ദി കോമൺ ഫങ്ഷൻസ് ഓഫ് ബയോസെൻസേഴ്സ്? അപ്പോൾ ബയോസെൻസേഴ്സിൻ്റെ പൊതുവിലുള്ള ഫങ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഈ നോട്ടൊക്കെ പലരും എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ ശ്രദ്ധിക്കണം. ബയോ സെൻസർ, ആ പേരിൽ തന്നെയാണ് പറയുന്നത്. എന്തിനാ സെൻസർ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം സെൻസ് ചെയ്യാൻ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ. ഇപ്പോൾ പ്രോക്സിമിറ്റി സെൻസർ നമ്മളുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ള അല്ലേ, പ്രോക്സിമിറ്റി സെൻസർ. എന്താ പ്രോക്സിമിറ്റി സെൻസർ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സാധനം അടുത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് അത് ചെവിയിലോട്ട് വെക്കുമ്പം ഫോൺ ഓഫ് ആകുന്നത് കണ്ടിട്ടില്ല, അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആകുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ബോഡിയോട് അടുത്ത് വരുമ്പോൾ ആ സെൻസർ ഡിറ്റക്ട് ചെയ്യും, ഓക്കെ നമ്മുടെ ബോഡി അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കൊടുത്തേക്കുന്ന നിർദ്ദേശം എന്താ? ഈ സെൻസർ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഡിസ്പ്ലേ ഓഫ് ആകണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങ് സെൻസർ എന്ന് സെൻസ് ചെയ്യുക, എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ബയോ സെൻസർ ആ ഒരു മീനിങ് വെച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നോക്കാം. ഡിറ്റക്ഷൻ ഓഫ് സ്പെസിഫിക് ബയോമോളിക്യൂൾസ്, തീർച്ചയായിട്ടും സെൻസർ ആണല്ലേ, അപ്പോൾ കണ്ടുപിടുത്തം ഉണ്ടാവണം, ഡിറ്റക്ഷൻ ഉണ്ടാവണം, ഉണ്ട്. മോണിറ്ററിങ് എൻവയൺമെന്റൽ പൊല്യൂട്ടൻസ്, മോണിറ്റർ ചെയ്യുക, അതും കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണല്ലോ, അല്ലെങ്കിൽ സെൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ, അതുമുണ്ട്. സ്റ്റോറേജ് ഓഫ് ബയോളജിക്കൽ ഡേറ്റ, ഡേറ്റ സ്റ്റോർ ചെയ്യുക. ഒരിക്കലും സെൻസറിലായിരിക്കത്തില്ലല്ലോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് വേറെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാവണം, വേണ്ടേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ 3 നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ആൻസർ ഉണ്ട്, 3 only is the wrong answer എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റോങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ബയോസെൻസർ എന്താ ചെയ്യുന്നത്? ബയോസെൻസർ ഇതുപോലെ അതിന് എന്താണോ സെൻസ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രസൻസിൽ, അതായത് ഒരു അനലൈറ്റിൻ്റെ പ്രസൻസിൽ, അനലൈറ്റ് എന്ന് പറയുന്നത് എന്തും ആവാം, ഗ്ലൂക്കോസ് ആവാം, ഒരു പൊല്യൂട്ടൻ്റ് ആവാം, ടോക്സിൻ ആവാം, പാത്തോജൻ ആവാം. അപ്പോൾ എന്താണോ അതിനെ സെൻസ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആ സെൻസ് ചെയ്യാൻ ഏൽപ്പിച്ച അനലൈറ്റിൻ്റെ പ്രസൻസിൽ അതെപ്പോഴാണോ അതിനെ കാണുന്നത് അന്നേരം ഇതൊരു സിഗ്നൽ പാസ് ചെയ്യും. ആ സിഗ്നലിനെ പിന്നീട് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ടോ ഓപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാനൊക്കും, റീഡ് ചെയ്യാനൊക്കും. എക്സാമ്പിൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഗ്ലൂക്കോസ് മീറ്റർ, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് മീറ്ററുകളില്ലേ, അതിൽ പ്രഗ്നൻസി ടെസ്റ്റിംഗ് കിറ്റുകളിൽ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ മോണിറ്ററിംഗിൽ, ഫുഡ് സേഫ്റ്റിയിൽ, ഡ്രഗ് ഡിസ്കവറിയിൽ തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് എന്തിനുണ്ട്? ബയോസെൻസേഴ്സിനുണ്ട്. പറഞ്ഞതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ന്യൂസിൽ കാണും തോറും നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദ്യമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ഐഡിയോനെല്ല സക്കൈൻസിസ് ഇൻ ന്യൂസ് റീസെൻ്റ്ലി? മറ്റൊരു സയൻറ്റിഫിക് നെയിം വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്.
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റിപ്പീറ്റഡ്ലി തരുന്നത് ഇങ്ങനെ പത്രങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. ഇത് കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. ഇത് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം UPSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഈ ടോപ്പിക്ക് വന്നിട്ടുള്ളത്. അപ്പം അത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ഇതിനകത്ത് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനൊക്കും. അതായത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ UPSC പാറ്റേൺ അറിയാവുന്നവർക്ക് സ്ഥിരമായിട്ട് വെറ്ററൻസിന്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ബാക്ടീരിയ കേപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് കൺസ്യൂമിങ് പ്ലാസ്റ്റിക്. തീർച്ചയായിട്ടും അതൊരു ഓപ്ഷനായിട്ട് വരാം. കാരണം എന്താണ്? പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. നമുക്കറിയാം എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ട്, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് വന്നാലും നമ്മൾ ശ്രദ്ധിക്കും. വൈറസ് ബിഹൈൻഡ് ദി സ്പ്രെഡ് ഓഫ് മങ്കി പോക്സ് ഒരിക്കലും ആവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് കുറച്ച് പഴകിയതാണ്. അന്നെങ്ങും ഇങ്ങനത്തെ ഒരു ന്യൂസ്, ബേസിക് ന്യൂസ് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. ന്യൂലി ഡിസ്കവേർഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സൂപ്പർ ബഗ്, അതാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് UPSCയെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് വൺ, എ ബാക്ടീരിയം യൂസ്ഡ് ഫോർ ബയോറെമഡിയേഷൻ ഓഫ് ഓയിൽ സ്പിൽസ്. ഇതും പൊല്യൂഷനിൽ നിന്നാണ്. അത് വായിക്കൂടെ? ആവാമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വെറ്ററൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യും. കാരണം ഇത് കുറച്ചു കാലമായിട്ട്, അതായത് കുറച്ച് വർഷമായിട്ട് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ന്യൂസ് വരികയും അന്നൊന്നും കേൾക്കാത്ത ഒരു പേരാണ് ഇതെന്നുള്ള ഒരു ധാരണയിലേക്ക് വെറ്ററൻസ് എത്തും, ഫ്രഷേഴ്സ് എത്തില്ല. ഫ്രഷേഴ്സിന് പക്ഷേ ബി എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, 50-50 വന്നിരിക്കുകയാണ്. 2-ൽ ഒരെണ്ണം അടിക്കുക എന്നുള്ളതേ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഉള്ളൂ. സോ ആൻസർ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയാമല്ലോ. സോ ഐഡിയനല്ല സക്കൈൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബാക്ടീരിയ കേപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് കൺസ്യൂമിങ് പ്ലാസ്റ്റിക്. റീസെൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ട്രീറ്റി തുടങ്ങിയ കാര്യങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ഒരു വലിയ ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെയും ആ ട്രീറ്റി നടന്നു എന്നുള്ള ന്യൂസ് നമ്മുടെ മുന്നിലേക്ക് വന്നു. നമ്മൾ അതിൽ തന്നെ ഓൾറെഡി ലീപ്പിൻ്റെ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ. കണക്റ്റഡ് ന്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് UPSCയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പം ഈ ഐഡിയനല്ല എന്ന് പറയുന്ന ജനസിൽപ്പെടുന്ന ബാക്ടീരിയയുടെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്ലാസ്റ്റിക്കിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, പ്ലാസ്റ്റിക്കിനെ തിന്നാനുള്ള കഴിവുണ്ട്. അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വലിയൊരു രീതിയിൽ കുറയ്ക്കാനായിട്ട് ഈ ബാക്ടീരിയയെ കൊണ്ട് കഴിയും എന്നാണ് ഇപ്പോൾ സയന്റിഫിക് വേൾഡ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഓക്സിജൻ റിച്ച് മോയിസ്റ്റ് സോയിൽ ആൻഡ് സീവേജ് സ്ലഡ്ജ്. സീവേജ് സ്ലഡ്ജിലും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള മോയിസ്റ്റ് സോയിലുമാണ് ഇതിനെ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അത് വലിയൊരു ഒരു ഒരു എന്താ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസ് ആണല്ലേ. ഓക്കെ, അപ്പം ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷനിൽ എവിടെ നിങ്ങൾ കണ്ടാലും ശ്രദ്ധിച്ചു വെക്കുക, പഠിക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ഇ-ജാഗൃതി പ്ലാറ്റ്ഫോം? മറ്റൊരു ഗവൺമെന്റ് റിലേറ്റഡ് ചോദ്യവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇ-ജാഗൃതി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇതിലെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഓപ്ഷനിൽ നിന്ന് എലിമിനേഷനൊക്കെ നല്ല ടൈറ്റ് ആണ്. ഇതറിയാവുന്നവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടറിഞ്ഞിരിക്കണം? പറയുന്നു, ഈ ജാഗൃതി എന്ന് പറയുന്നത് ജാഗ്രത, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മലയാളികൾക്ക് എടുക്കാമല്ലോ. പോട്ടെ. ഇത് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമേഴ്സ്. അതായത് UPSCയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്തൊരു പൊതു സ്വഭാവം, വലിയൊരു വിഭാഗം ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർ ഉറപ്പായിട്ടും ചോദ്യമാക്കി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വലിയൊരു വിഭാഗം ആളുകളെ. എന്തുകൊണ്ട് അഗ്രികൾച്ചർ ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നത്? കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ, എസ്പെഷ്യലി അഗ്രികൾച്ചർ അല്ലേ. പിന്നെ അഗ്രികൾച്ചർ നമ്മുടെ എക്കണോമിയുടെ ഒരു ബാക്ക് ബോണും കൂടാണ്. അപ്പോൾ അത് കാരണം അഗ്രികൾച്ചറിനെ വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാം. എന്തുകൊണ്ട് എൻവയൺമെന്റ് വരുന്നു? സെയിം ആണ് റീസൺ. അപ്പം അതേപോലെ തന്നെയാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കൺസ്യൂമർ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. കാരണം അധികം UPSC ഇതുവരെ എടുത്ത് പയറ്റാത്ത ഒരു ഏരിയ ആണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ്നെസ് അവിടെ ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കാം. അപ്പോൾ ഈ ജാഗൃതി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഇറ്റ് ഈസ് എ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം അണ്ടർ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ടു സ്ട്രെങ്തൻ
കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ അക്രോസ് ഇന്ത്യ. അതായത് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ജാഗൃതി എന്ന് പറയുന്നത്. എന്താണ് അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്? കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ, അതായത് കൺസ്യൂമേഴ്സിനുണ്ടാകുന്ന ഗ്രീവൻസ് പ്രോപ്പറായിട്ട് റിഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഈ ജാഗൃതി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതിനകത്ത് കൺസ്യൂമേഴ്സിന് കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യാം, അവരുടെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം, ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാം, കൺസ്യൂമർ കോർട്ടുകളിൽ നിന്നുള്ളതും കൺസ്യൂമർ കമ്മീഷനുകളിൽ നിന്നുള്ളതും ഒക്കെ അതിനകത്ത് ആക്സസ് ചെയ്യാനൊക്കും. സോ അങ്ങനെ കൺസ്യൂമർ എംപവർമെൻ്റ് ആണ് ഈ ജാഗൃതി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂസ് ആണ് വരുന്നത്, ശ്രദ്ധിച്ചു വെക്കുക. കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ഇതേപോലെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പം കണ്ടോ, ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിനർത്ഥം. കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ പത്രവും PIBയും മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, UPSCയുടെ മെയിൻസും ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫെയർ തന്നെയാണ്. നോക്കൂ, ഇത്തവണത്തെ GS3 ചോദ്യങ്ങളിലൊന്നാണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. സോ നമ്മൾക്ക് നെക്സ്റ്റ് പ്രിലിംസിനും അത് ഒന്ന് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ നീതി ആയോഗ് യൂസിംഗ് ഡേറ്റ ഫ്രം CAG-യിൽ നിന്നുള്ള ഡേറ്റ യൂസ് ചെയ്ത് നീതി ആയോഗാണ് ഈ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇത് തികച്ചും ട്രൂ ആണ്, തികച്ചും ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും CAG-യുടെ ഡേറ്റ ആണ് എന്നുള്ളത് അറിയണം എന്നില്ല. നീതി ആയോഗ് എന്നുള്ളതൊക്കെ പലരും ന്യൂസിലൊക്കെ വായിക്കുകയൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല മെറ്റീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നീതി ആയോഗ് ട്രൂ ആണെന്ന് പലർക്കും അറിയാം, പക്ഷേ CAG-യുടെ ഡേറ്റ ഉപയോഗിച്ചാണ് റീസെൻ്റ് ആയിട്ടുള്ള ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒഡീഷ ടോപ്ഡ് ദി ഇൻഡെക്സ് ഇൻ 2025. ഗസ്സിനൊന്നും സ്ഥാനമില്ല, യു നീഡ് ടു നോ ഇറ്റ്. ഒഡീഷയാണ് ടോപ്പ് ചെയ്തത്. ലാസ്റ്റ് വൺ നോക്കൂ, അത് ഗസ്സബിൾ ആണ്. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ആണല്ലേ, ഫിസ്ക്കൽ ഹെൽത്ത്, അതായത് സർക്കാരുകളുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആണ് അവിടെ നോക്കുന്നത്, ഫിസ്ക്കൽ ഹെൽത്ത്. നോക്കൂ, ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ടാക്സ് ബോയൻസി, debt to GSDP ratio and fiscal deficit management are some of the key indicators evaluated. സ്വാഭാവികം അല്ലേ? ടാക്സ് ബോയൻസി, ഡെറ്റ് ടു GSDP റേഷ്യോയും ഫിസ്ക്കൽ ഹെൽത്ത് ഡെഫിസിറ്റ് മാനേജ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊന്നുമില്ല. സോ ദാറ്റ് മീൻസ് 1, 2 and 3 ആർ റൈറ്റ്. 1ഉം 2ഉം 3ഉം റൈറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നോക്കിയാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോജിക്ക് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളും നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട കുറേ ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മളെ പത്രത്തിൽ ഓരോ ന്യൂസ് വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതൊരു ഐഡിയ കിട്ടിയില്ലേ? എല്ലാം കൂടെ എടുത്ത് തലയിലോട്ട് കയറ്റി വെക്കാതെ, എല്ലാം കൂടെ കാണാപ്പാടം പഠിക്കാതെ ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതിന് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നാൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാ, കാണാപ്പാടം പഠിച്ചിരിക്കേണ്ട, അതിനെ അങ്ങനെ എടുത്ത് നമ്മൾ പഠിക്കുക. നോക്കൂ, ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനം ഒഡീഷ, 2 ഛത്തീസ്ഗഡ്, 3 ഗോവ. അതായത് അവരൊക്കെ അച്ചീവർ എന്ന് പറയുന്ന ലിസ്റ്റിൽ കിടക്കുന്നു. അപ്പോൾ ഓരോ സ്കോർ കിട്ടിയതിനനുസരിച്ച് അച്ചീവർ എന്നും ഫ്രണ്ട് റണ്ണർ എന്നും പെർഫോമർ എന്നും ആസ്പിറേഷനിൽ നിന്നും ഒക്കെ പറഞ്ഞ് കിടക്കുന്നു. ആസ്പിറേഷനിനകത്താണ് നമ്മുടെ കേരള, ബംഗാൾ, ആന്ധ്ര ആൻഡ് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ 1ാമത് ഒഡീഷ, 2ാമത് ഛത്തീസ്ഗഡ്, 1, 2, 3 എന്ന് ഓർമ്മയിലേക്ക് വെക്കുന്നത് എല്ലാവർക്കും വളരെ നല്ലതായിരിക്കും.